അപ്പോൾ അധ്യാപക യോഗ്യതാ പരീക്ഷ വിജയിച്ചിരിക്കണമെന്ന് സുപ്രീം കോടതി വിധി വന്നതോടെ ജോലി പോകുമെന്ന ആശങ്കയിൽ 1,00,000-ലധികം അധ്യാപകരാണ്. 2 വർഷത്തിനകം കേറ്ററ്റ് യോഗ്യത നേടിയില്ലെങ്കിൽ സ്ഥിരം അധ്യാപകരാണെങ്കിലും ജോലി പോകും. സുപ്രീം കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പും ആലോചിക്കുന്നില്ല. നിങ്ങൾ നേരത്തെ ഇതിന് തൊട്ട് മുൻപേ കൊടുത്ത ഒരു വീഡിയോ കണ്ടു കാണും അല്ലേ? 50,000-ലധികം അധ്യാപകർക്ക് തെറ്റ് നേടേണ്ടതുണ്ട് എന്ന് പരാമർശിക്കുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. അതെന്തിനാണ് ഇതിന്റെ മുൻപിൽ ഇട്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ പേടിപ്പിച്ച് നമ്മളുടെ ആവശ്യം നേടിയെടുക്കാനോ ഒന്നുമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. അത് ഈ 3ാമത്തെ ബാച്ച് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഇനി നമുക്കറിയാവുന്നത് പോലെ കേട്ടറ്റ് പരീക്ഷ 2026-ലായിരിക്കും ആദ്യത്തെ പരീക്ഷ നടക്കുക. ഏതാണ്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും പരീക്ഷ വരിക. പരീക്ഷയ്ക്ക് മുൻപേ ഒരു 50 ദിവസം 40 ദിവസത്തിനകത്ത് ആയിരിക്കും നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേരിങ്ങനെ എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്കിതൊന്നും വിഷയമല്ലടാ എന്നുള്ള തരത്തിൽ നിൽക്കുന്നുണ്ട്. അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് കരുതി അതോടൊപ്പം തന്നെ നമ്മുടെ 3ാമത്തെ ബാച്ചിന്റെ അഡ്മിഷനെ കുറിച്ചിട്ടും പറയാമെന്ന് കരുതി. ഇപ്പൊ നിങ്ങൾ ചിലര് ആലോചിക്കുന്നുണ്ട്, ഇതൊന്നും ഇപ്പൊ ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാതിരിക്കട്ടെ, അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഓടുന്ന നായിക്ക് ഒരു മുഴം മുമ്പേ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ നിലവിൽ ഒരുപാട് അധ്യാപകർ പഠിച്ചു തുടങ്ങി കേട്ടിട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരും ബഹുമാനപ്പെട്ട എന്താ പറയുന്നത് സംഘടനകളും എല്ലാം ഇപ്പോ ഇതിന്റെ അകത്ത് അപ്പീലുകളുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം 2000 അതായത് ഇപ്പോ നിലവില് സർവീസിൽ ഇരിക്കുന്ന 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള എല്ലാവരും ടെറ്റ് എഴുതി പാസ്സാകണം എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സാരാംശം. അപ്പൊ അതില് സെറ്റ് ഉള്ളവരെയോ അല്ലെങ്കിൽ നെറ്റ് ഉള്ളവരോടോ ഒന്നും എഴുതാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അതെല്ലാം ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അതൊന്നും മാറ്റമുണ്ട് മാറ്റമില്ല എന്നൊന്നും പറയുന്നില്ല, അതിൻ്റെ അകത്ത് തർക്കവും ഇല്ല. പക്ഷെ ഈ പറയുന്ന UP LP വിഭാഗത്തില് അല്ലെങ്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇതൊന്നും ഇല്ലാതെ സർവീസിൽ കയറിയവർക്കാണ് ഈ പറയുന്ന ടെറ്റ് പരീക്ഷ ഏതെങ്കിലും പാസ്സാകണമെന്ന് പറയുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇനി എന്തെങ്കിലും പ്രത്യേക മാനദണ്ഡങ്ങൾ ഏജിലോ അല്ലെങ്കിൽ മാർക്കിന്റെ കാര്യത്തിലോ ഒക്കെ വരുമോ ഇല്ലയോ എന്നുള്ളത് വിശാല ബെഞ്ച് പരിഗണിച്ച ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എന്നാൽ ഈ പരീക്ഷ ഒന്ന് എഴുതിയെന്നോർത്തോണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷ പാസ്സായിരിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞ പഴഞ്ചൊല്ലു പോലെ നമ്മുടെ താഴെ സർവീസിലുള്ള ടെറ്റ് എഴുതിയിരിക്കുന്ന അധ്യാപകർ ഒരുപാട് പേരുണ്ട്. നാളെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കോ വേണ്ടി നിങ്ങൾക്ക് സമീപിക്കപ്പെടുമ്പോൾ ടെറ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ചുറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ടെറ്റ് പരീക്ഷ ഒന്ന് എഴുതി നോക്കണം എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ടെറ്റ് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെറ്റ് പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ടെറ്റ് പരീക്ഷയിൽ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പല വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താഴത്തേക്കുള്ള വീഡിയോകളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിദ്യാവീതി എന്ന് പറയുന്നത് ടെറ്റിന് വേണ്ടി മാത്രം പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ഈ സർവീസിലുള്ളവർക്ക് വേണ്ടി സർവീസിലുള്ള അധ്യാപകർക്ക് ടെറ്റ് വേണമെന്ന് പറഞ്ഞതിന് ശേഷം 2 ബാച്ചുകൾ ആരംഭിച്ചു. ഇത് 3ാമത് ബാച്ചാണ് ഇപ്പൊ നമ്മൾ ആരംഭിക്കുന്നത്. ഈ 3ാമത് ബാച്ചിലും നമ്മൾ 100 പേർക്കാണ് പ്രവേശനം കൊടുക്കുന്നത്. 100 പേരുണ്ടെങ്കിൽ 100 പേർക്ക് മുകളിലേക്ക് നമ്മൾ എടുക്കില്ല. നമ്മൾ നവംബർ 6-നാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. നവംബർ 6-നാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പൊ ആ ബാച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ക്ലാസ് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്, നമ്മളുടെ ഈ പരിപാടി എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നമ്മുടെ വിദ്യാവീതിയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്രദം അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ആരും കമന്റ് ഡിലീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. നിലവിൽ ഇപ്പോൾ ഈ പരീക്ഷയുടെ ഈ 3ാമത്തെ ബാച്ചും നമ്മൾ സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത്. സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടി മുതൽ അങ്ങ് പഠിപ്പിച്ചു തുടങ്ങും. നമുക്ക് കുറച്ച് സമയം കിട്ടും. ഇപ്പൊ ഈ പറയുന്ന നവംബർ, ഡിസംബർ, ജനുവരി 3 മാസം നമുക്ക് ഏകദേശം ഒരു 90 ദിവസം നമുക്ക് ഈ പരീക്ഷയ്ക്ക് കിട്ടും. 90 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ വീതമാണ് ക്ലാസ് എടുക്കുന്നത്. 1 മണിക്കൂർ വീതമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ 1 മണിക്കൂർ വീതം നമുക്ക് 90 ദിവസം കൊണ്ട് 90 മണിക്കൂർ
നമുക്ക് മുഴുവൻ ലൈവ് ക്ലാസ് കിട്ടും. അത് നമ്മൾ ഈ പറയുന്ന ബാച്ചില് നമ്മൾ ഏതാണ് നമ്മളുടെ ഈ മൂന്നാമത് ആരംഭിക്കാൻ പോകുന്ന ഈ ബാച്ചില് നമ്മൾ കാറ്റഗറി 1 കാറ്റഗറി 2 മാത്രമേ പഠിപ്പിക്കൂ. ഇതിന്റെ അഡ്മിഷൻ ഓൾറെഡി നമ്മൾ ആരംഭിച്ചു. നിങ്ങൾക്ക് ഈ അഡ്മിഷൻ എടുക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പൊ ഈ കാറ്റഗറി 1 എന്ന് പറയുന്നത് LP വിഭാഗത്തിനാണ്. അതുപോലെ കാറ്റഗറി 2 എന്ന് പറയുന്നത് LP ആൻഡ് UP വിഭാഗങ്ങൾക്കാണ്. പിന്നെ നമ്മുടെ സർക്കാർ നമ്മുടെ കേട്ടറ്റ് നോട്ടിഫിക്കേഷന്റെ അകത്തെ 3-ാമത്തെ പേജിലോ പരാമർശിച്ചിട്ടുണ്ട്. അതായത് കാറ്റഗറി 1 എന്ന് പറയുന്നത് LP UP നിയമനങ്ങൾക്കും പരിഗണിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാറ്റഗറി 1 ഉണ്ടെങ്കിലും LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാം. കാറ്റഗറി 2 ഉണ്ടെങ്കിലും LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇത് ഇപ്രാവശ്യത്തെ ബാച്ച് 3-ാമത്തെ ബാച്ച് ഈ പറയുന്ന LP അധ്യാപകർക്കും UP അധ്യാപകർക്കും സെപ്പറേറ്റ് ആണ് നടത്തുന്നത്. കാറ്റഗറി 1ന്റെ അകത്ത് നമുക്ക് 5 വിഷയങ്ങളാണ്. 5 വിഷയങ്ങൾ. ഒന്നെന്ന് പറയുന്നത് മലയാളം, 2 പറയുന്നത് ഇംഗ്ലീഷ്, 3 പറയുന്നത് ഗണിതം, പിന്നെ EVS, സൈക്കോളജി, പെഡഗോജി. അതുപോലെ കാറ്റഗറി 2ലാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോജി. അതും കാറ്റഗറി 1ലെ സിലബസ് സെയിം ആണ്. പിന്നെ സോഷ്യൽ സയൻസ് 60 മാർക്കിന്റെ, അല്ലെങ്കിൽ അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ സോഷ്യൽ സയൻസ് 60 മാർക്കിന്റെ, അല്ലെങ്കിൽ സയൻസും കണക്കും ചേർത്ത് 60 മാർക്ക്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് കാറ്റഗറി 1ല് സൈക്കോളജി, പെഡഗോജി 30 മാർക്ക്, മാത്സ് 30 മാർക്ക്, EVS 30 മാർക്ക്, മലയാളം 30 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്. ഇങ്ങനെ 150 മാർക്കിലാണ് നമ്മളുടെ ഈ പരീക്ഷ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 90 മാർക്ക് വേണം ജയിക്കാൻ. എന്നാൽ OEC, OBC, പിന്നെ SC, ST ഈ 4 വിഭാഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം ജയിക്കാൻ? 82 മാർക്ക് മതി ജയിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ 150-ൽ 90 അല്ലെങ്കിൽ 150-ൽ 82 മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ പാസ്സാകും. നിങ്ങൾ ക്വാളിഫൈഡ് ആകും. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ സർവീസിലുള്ളവരെ സംബന്ധിച്ചിട്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് 10 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല, 5 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ സർവീസിലുള്ള അധ്യാപകൻ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് ഈ പറയുന്ന 4 വിഷയങ്ങൾ, അല്ലെ? മാത്സ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, EVS ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാമെന്ന് തോന്നും. പിന്നെ ഈ പറഞ്ഞ 82 മാർക്ക് അല്ലെങ്കിൽ 90 മാർക്ക് ഇത് നിങ്ങൾക്ക് എന്താണ്? ഇതിൽ നിന്ന് ഓരോ വിഷയത്തിൽ നിന്ന് ഇത്ര മാർക്ക് വീതം മേടിക്കണം എന്നില്ല. ഈ പറയുന്ന 5 വിഷയത്തിൽ നിന്നും കൂടെ ചേർത്ത് 90 മാർക്ക് അല്ലെങ്കിൽ 82 മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം. അതുപോലെ കാറ്റഗറി 2 ആയാലും 4 വിഷയങ്ങളാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ സൈക്കോളജി, പെഡഗോജി ഇത് കാറ്റഗറി 1നും 2നും സെയിം ആണ്. പിന്നെ മലയാളം അതും കാറ്റഗറി 1നും 2നും സെയിം ആണ്. പിന്നെ ഇംഗ്ലീഷ് അതും കാറ്റഗറി 1നും 2നും സെയിം ആണ്. ഇനി വ്യത്യാസം വരുന്നത് സോഷ്യൽ സയൻസ് 60 മാർക്കിന്റെ, ഒന്നുകിൽ സോഷ്യൽ സയൻസ് 60 മാർക്കിന്റെ, അല്ലെങ്കിൽ സയൻസ് 30, അതുപോലെ തന്നെ മാത്സ് 30 ചേർത്തിട്ട് 60 മാർക്ക്. അത് നിങ്ങളുടെ ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് പരീക്ഷാ സെന്ററിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ OMR ഷീറ്റിലാണ് നമ്മൾ ടിക്ക് ഇടുന്നത്, നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്. അതുവരെ നിങ്ങൾക്ക് പഠിക്കാനും പരിശീലിക്കാനും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ അഡ്മിഷൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 പേർക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ഈ 3-ാമത്തെ ബാച്ചിലേക്ക്. പരസ്യം തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ കാറ്റഗറി 1ഉം 2ഉം മാത്രമേ ക്ലാസ് ഉള്ളൂ. ഇനി നമ്മൾ ഇതിനെങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഡെയിലി ഇപ്പോഴത്തെ നമ്മുടെ ബാച്ചിൽ നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. 1 മണിക്കൂറാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം. പിന്നെ ഈ പറയുന്ന പോയിന്റ് 5 എന്തിനാ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. അതായത് 1.5 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 1.5 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ, അത് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടും. അതുപോലെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ആവശ്യമുള്ള ആകെ ഉള്ളതെന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ നോട്ട് ബുക്ക്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നടത്തുന്നത് രാത്രി 9 തൊട്ട് 10 വരെയാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നടത്തുന്നത് രാത്രി 9 മണി മുതൽ 10 വരെ ആയിരിക്കും. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. വിദ്യാവീതിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ മുഴുവൻ സിലബസും റെക്കോർഡഡ് വീഡിയോ ആയി നിങ്ങൾക്ക് നൽകുന്നതാണ്. അതായത് നിങ്ങൾ നമ്മുടെ വിദ്യാവീതിയിൽ ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 100% നിങ്ങളുടെ പാസ്സാകാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫുൾ സിലബസ് ആയിട്ട് തന്നെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് കാണാം. അത് നമ്മുടെ ലൈവ് ക്ലാസ്സിന് പുറമേ നൽകുന്നതാണ്.
ഇനി സംശയങ്ങൾ തീർക്കാൻ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വെർഷൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതായത് ഇന്ന് നമ്മളിപ്പോൾ ഒരു ലൈവ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് നമ്മൾ ലൈവായിട്ട് എടുക്കണതാണ്. ഈ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ വരുന്നത് പോലെ നമ്മുടെ യൂട്യൂബിൽ വരില്ല. എല്ലാ ദിവസവും നടക്കുന്ന ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് വരും. അതുപോലെ എല്ലാ ദിവസവും നടക്കുന്ന ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് വെർഷൻ പിറ്റേന്ന്, അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ അധ്യാപകരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് എടുത്തു കഴിയുമ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളുടെ ഉത്തരം നമ്മൾ തരുന്നത് ഈ പറഞ്ഞ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ആ സമയത്ത് നിങ്ങൾ എന്തു സംശയം ചോദിച്ചാലും നിങ്ങളുടെ ആ സംശയങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നതാണ്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധ്യാപക വിഭാഗത്തിനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അവസാന ഘട്ടത്തിൽ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യും, കലാശക്കൊട്ടുമായിരിക്കും നടത്തുക. പഠിച്ചതെല്ലാം ഓർമ്മിക്കാനും പുതുക്കാനും ഈ ഘട്ടം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് ക്ലാസ് ഒരെണ്ണം തരും, അതിനുശേഷം നിങ്ങൾക്ക് ഒരു റിവിഷൻ തരും. ആ റിവിഷൻ തന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു കലാശക്കൊട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന മുഴുവൻ ഭാഗങ്ങളിൽ നിങ്ങളുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങളെ ഒരു പരീക്ഷ പേപ്പറൊക്കെ ഒരു പരീക്ഷയൊക്കെ നടത്തി ആ പരീക്ഷയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി സെറ്റാക്കി ഒരു എന്താ പറയുക അവസാനത്തേക്ക് നിങ്ങളെ മുഴുവനായിട്ട് ആട്ടിക്കുറുക്കി നിങ്ങളുടെ ആ ഒരു പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്തു ചെയ്യും, ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ കലാശക്കൂട്ട് നടത്തുക. അപ്പൊ ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ പറയുന്ന നോട്ടുകൾ, ഇപ്പൊ നമ്മുടെ നോട്ടുകൾ ഒരിക്കലും നിങ്ങൾക്ക് നോട്ടായിട്ട് തരത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നോട്ടുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ബുക്കിൽ നിങ്ങൾ നോട്ട് എഴുതി കൊടുക്കാറുണ്ടോ? ഇല്ല. അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും, അതിന്റെ റെക്കോർഡഡ് വേർഷൻ തരും. ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ നോട്ട് എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ പിന്നീട് ഇതിന്റെ അകത്ത് മിച്ചം കിടക്കുന്ന ഈ അരമണിക്കൂർ ഉണ്ടല്ലോ, 1 മണിക്കൂർ ലൈവ് ക്ലാസ്സും ബാക്കി കിടക്കുന്ന അരമണിക്കൂറും, ആ സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ഓടിച്ചിട്ട് കണ്ടിട്ട് എവിടെയാണോ നിങ്ങൾക്ക് വിട്ടുപോയത് ആ ഭാഗത്തെ നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വീഡിയോ കാണാൻ പറ്റുള്ളൂ, ലൈവ് ക്ലാസ് ആയാലും റെക്കോർഡഡ് വേർഷൻ ആയാലും. അപ്പൊ നമ്മുടെ ഫോണ് നെറ്റുള്ള ഫോൺ ആയിരിക്കണം. അത് നമ്മളിവിടെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ഫോൺ. അത് നിങ്ങളുടെ ഫോൺ എല്ലാം നല്ല ഫോണുകളായിരിക്കും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഗൈഡുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് നമ്മുടെ SCERT പാഠപുസ്തകങ്ങളാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാഠപുസ്തകങ്ങളാണ് നമ്മുടെ SCERT പാഠപുസ്തകങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷനാണ്. നമുക്ക് VV ടീച്ചർ പ്ലസ്, വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നിങ്ങൾക്ക് PDF നോട്ടുകൾ, ടീച്ചർമാർ എടുക്കുന്ന ക്ലാസ്സുകളുടെ PPT, അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശങ്ങൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതായത് ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം നമ്മൾ അത് വഴിയായിരിക്കും നൽകുക. ഈ സൈഡിൽ കാണിച്ചേക്കുന്ന നമ്മുടെ വിദ്യാവീതിയുടെ ആദ്യത്തെ ബാച്ചിൽ കണ്ടോ, 1ാമത്തെ ബാച്ചിൽ തുടങ്ങിയേക്കുമ്പോൾ ആ 1ാമത്തെ ബാച്ചിലെ ഒരു വിഷയം തീർന്നപ്പോൾ അവർ തന്ന കമന്റുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കണം. ഒന്ന്, അനാവശ്യമായ ചിന്തകൾ. ഇതെന്താണെന്നറിയോ, ചിലർ പറയും നിങ്ങളോട് ഈ പരീക്ഷ ഞാൻ 10 തവണ എഴുതി എനിക്ക് കിട്ടിയില്ല, 5 തവണ എഴുതി എനിക്ക് കിട്ടിയില്ല, പരീക്ഷ ഭയങ്കര പാടാ കിട്ടില്ല എന്ന് പറയും. അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ട. നിങ്ങൾ പരീക്ഷ ആദ്യമായിട്ട് എഴുതി നോക്കുന്നതാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന ചിന്തകൾ മാറ്റി വെച്ചിട്ട് പരീക്ഷയ്ക്ക് വരിക, പഠിക്കാൻ വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിക്കും. ഓക്കെ. അതുപോലെ തന്നെ അനാവശ്യമായ തിരക്കുകൾ. രാത്രി 9 തൊട്ട് 10 വരെ ലൈവ് ക്ലാസ് നടത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ പാല് കാച്ചാനും അതുപോലെ പെരകേറിക്കൂടലിനും മാമോദീസയ്ക്കും പിന്നെ കല്യാണത്തിന്റെ റിസപ്ഷനുകൾക്കും ഒക്കെ വിളിക്കും. അത്യാവശ്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ സമയത്ത് നിങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയം ഈ 1 മണിക്കൂർ സമയം ചത്താലും ഞാൻ ഇതിന്റെ അകത്തുനിന്ന് വരൂല. ഞങ്ങളുടെ ഇപ്പം നിലവിൽ തുടങ്ങിയേക്കുന്ന 2 ബാച്ചിലെ അധ്യാപകർ ആ ട്രാക്കിലേക്ക് വന്നു. കാരണം അവർക്കിപ്പോ ഇതൊരു രസമാണ്, ഒരു സീരിയൽ കാണുന്ന പോലെ. ഇപ്പൊ കൃത്യം 9 മണിയാകുമ്പോൾ അവർ ക്ലാസ്സിൽ കയറും. കാരണം ഞങ്ങൾക്ക് ടൈമിൽ ഞങ്ങൾ പക്കായാണ്, പങ്ക്ച്വൽ ആയിരിക്കും. കാരണം ഈ 9 മണിക്ക് നടത്തും എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അതാരും വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ നടത്തും. പിന്നെ അതുപോലെ തന്നെ 10 മണിക്ക് അവസാനിക്കും എന്ന് പറഞ്ഞാൽ 10:01, 10:02 ആകുമ്പോഴത്തേക്ക് അവസാനിപ്പിച്ച് നിങ്ങളെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വിടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലേക്ക് വരിക. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, നമ്മളിപ്പോ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എനിക്ക് അടക്കമുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട്. നമ്മളന്ന് അതൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പരസ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ ട്രെയിലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അകത്ത് കാണിക്കും ഇന്നലത്തെ സീരിയലിന്റെ ബാക്കി അവിടെ കിടക്കുന്നതാണ്. കാരണം യൂട്യൂബും ഈ ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് അതുപോലെ അതിൻ്റെ അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കാണുന്നത്.
നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് വെച്ചിട്ട് അവർ കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പലരുടെ അടുത്തും സെർച്ച് ചെയ്ത് മെസ്സേജ് അയക്കുന്നതൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു ടെക്നോളജിയിൽ അത് കണ്ടുപിടിക്കുന്നതായിരിക്കാം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പെട്ടെന്ന് സ്ക്രീനിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ക്ലാസ് പിന്നെ കാണാം, ഇത് പിന്നെ ആളും കാണാലോ, ഇന്നലത്തെ സീരിയലിന്റെ ബാക്കി കണ്ടിട്ട് വരാം, അല്ലെ സിനിമയുടെ ഒരു ക്ലിപ്പ് കണ്ടു കഴിയുമ്പോൾ ഇത് കൊള്ളാലോ, അല്ലെ ഇത് ചിരിക്കാം എന്ന് കരുതിയിട്ട് കോമഡി അങ്ങനെ എന്തെങ്കിലും കാണാൻ നമ്മൾ പോകും. ഇനി അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ത്രീ അധ്യാപകരാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പുരുഷ അധ്യാപകരാണെങ്കിൽ അവര് വാർത്തയുടെ ഒരു പീസൊക്കെ കാണുമ്പോൾ അന്നാ ഇവിടെ എന്നാ പറ്റിയ മണ്ണിടിച്ചിലോ ഒന്ന് നോക്കിയിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റേഡിയം എന്നാ അതൊന്നും നോക്കിയിട്ട് വരാം. എല്ലാം ഇതിന്റെ അകത്തുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ പോകും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അതായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡുകളൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാവും. ആ പഴയ പഠനോപകരണങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെക്കണം. കാരണം എന്താണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ആനിമൽസിനെ കുറിച്ചിട്ട് EVSന്റെ ഒരു ആനിമൽസിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുകയാണെന്ന് കരുതുക, അല്ല വേണ്ട, എന്റെ വിഷയം കണക്കാണ്, ഞാൻ കണക്ക് തന്നെ എടുക്കാം. കണക്കിന്റെ അകത്ത് പലിശയും കൂട്ടുപലിശയും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും, അതായത് പണ്ട് കാലം മുതൽ ഇന്ന് വരെ പലിശയും കൂട്ടുപലിശയും കാണുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പൊ ചിലപ്പോ അന്ന് പഠിപ്പിച്ച രീതി ആയിരിക്കില്ല, അധ്യാപകം പഠിപ്പിച്ച രീതി ആയിരിക്കില്ല ഞാൻ പഠിപ്പിക്കുന്ന രീതി ആയിരിക്കില്ല ഇതിനു മുമ്പ് വേറെ ആരും പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പലിശയും കൂട്ടുപലിശയും എനിക്കറിയാലോ, ഞാൻ എന്തിനാ അത് പഠിക്കണേ? അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ പഠിക്കണമെങ്കിൽ ആ പഴയ പഠന ഉപകരണങ്ങളെല്ലാം മാറ്റിവെക്കണം. എന്നിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കണം. ഇത് എനിക്ക് അറിയത്തേ ഇല്ല, ഈ പലിശയും കൂട്ടുപലിശ എന്നതാ അതുപോലും എനിക്ക് അറിയത്തില്ല എന്നുള്ള ഒരു മൂഡിലിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ അകത്ത് മാറ്റിവെക്കണം. പിന്നെ നമുക്കറിയാലോ, നിങ്ങള് വിദ്യാവീതി എന്ന് പറയുന്നത് കേട്ടറ്റിന് വേണ്ടി മാത്രം ക്ലാസ് നടത്തുന്നതാണ്. ഇത് നമ്മുടെ 3ാമത്തെ ബാച്ചാണ്. നമ്മൾ ഇതിന്റെ അകത്ത് 100 പേരെയാണ് എടുക്കുള്ളൂ. നവംബർ 6-നാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അതുപോലെ രാത്രി 9:30-നാണ് 9 തൊട്ട് 10 വരെയാണ് നമ്മുടെ ക്ലാസിന്റെ സമയം. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വിളിക്കാനുള്ള നമ്പർ ഇതാണ്. നിങ്ങൾക്ക് നമ്മൾ മാത്രം, കേരളത്തിൽ നമ്മൾ മാത്രം തരുന്ന ഒരു പോളിസിയാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കണ്ടു തുടങ്ങി, നമ്മുടെ ഫീസ് നമ്മൾ ആദ്യം തന്നെ മേടിക്കും. അപ്പൊ ഫീസ് മേടിച്ചിട്ട് നമ്മൾ ആ ക്ലാസ് തുടങ്ങി ക്ലാസ് കഴിയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആദ്യത്തെ ഒരു 10 ദിവസം നിങ്ങൾക്ക് സമയം തരാന്ന് കൂട്ടിക്കും. ആ 10 ദിവസത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പൈസ 100% നമ്മൾ റീഫണ്ട് ചെയ്യും. നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിക്കോ, റീഫണ്ട് ചെയ്യുമോ, ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു നോക്കിക്കോ. റീഫണ്ട് ചെയ്യും എന്ന് പറയുവാണെങ്കിൽ ഒക്കെ നമുക്ക് പ്രശ്നമില്ല, നമ്മളെടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട. ഞങ്ങൾ റീഫണ്ട് ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 100% ഞങ്ങൾ നിങ്ങളുടെ പൈസ റീഫണ്ട് ചെയ്ത് തരും. അത് ഞങ്ങളുടെ മാത്രം പോളിസിയാണ്. ഞങ്ങൾ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് പഠനോപകരണങ്ങൾ വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരു കാര്യത്തിൽ നമ്മൾ യാതൊരുവിധ മാറ്റങ്ങളോ സിലബസിൽ നിന്ന് മാറ്റം വരുത്തി നമ്മൾ പഠിപ്പിക്കുന്നില്ല. 100% നമ്മളെ കാറ്റഗറി 1-ന്റെയും 2-ന്റെയും ക്ലാസ്സുകൾ എടുക്കുന്നത് DLEDന്റെ കരിക്കുലം ബേസ് ചെയ്തിട്ടാണ്, DLEDന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് തിരിച്ചു തരും. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നമുക്ക് മാറ്റങ്ങൾ വരാം. നമ്മളുടെ ഈ പറയുന്ന പരീക്ഷ എഴുതുന്നതിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇളവുകളിലോ ഒക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ മാറ്റം കൊണ്ടുവരാം. അവരൊരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ ആ മാറ്റങ്ങൾ വന്നാലും ഈ പരീക്ഷ ഇപ്പൊ ഒന്ന് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞാൽ അന്നേരം ഓടുന്നതിൽ നല്ലതാണ് നമ്മൾ ഇപ്പൊ ഓടുന്നത്. നമ്മൾ മുൻകൂട്ടി ഒരു പരീക്ഷ ഒന്ന് എഴുതി നോക്കിയെന്ന് ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇതിന് വലിയ ഫീസ് ഒന്നുമില്ല. കാറ്റഗറി 1-ന് പരീക്ഷ ഇടുന്നതിന് 500 രൂപയെ ജനറൽ കാറ്റഗറിക്കാർക്ക് ഫീസുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് വലിയൊരു ഫീസ് ഒന്നുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സർക്കാർ എന്തായാലും ചെറിയൊരു പൈസയൊക്കെ തരുന്നുണ്ടല്ലോ ജീവിക്കാൻ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് പരീക്ഷ ഒന്ന് എഴുതി നോക്കൂ. നാളെ ഓടുമ്പോ നമ്മൾ തിരിഞ്ഞോടിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ഒരു 100 പേരെ നമ്മൾ ഈ ബാച്ചിലേക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിദ്യാവീതിയോടുകൂടി ഈ ഒരു ബാച്ച് പഠിച്ചു നോക്കാം. ജനുവരി ഫെബ്രുവരി മാസത്തെ പരീക്ഷയ്ക്ക് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. നമ്മളോടൊപ്പം ചേരുവാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. നമ്മൾ യൂട്യൂബ് ചാനലുകൾ നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടലില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേരെ. വെറുതെ ഒന്ന് ചുമ്മാ, നമുക്ക് പൈസ നമ്മളെ ചാനൽ മോണിറ്റൈസ് ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് അറിയാനായിട്ട്
ഒന്ന് ജസ്റ്റ് ഒരു തമ്പിട്ടാൽ വലിയ സന്തോഷം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് തലകുത്തി ഇട്ടേക്കുന്നതിന് ഒന്നും ഇട്ടാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നമ്മളെ എന്താ പറയുന്നത്, അതിന്റെ ആ കമന്റ് ബോക്സിൽ കയറി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം, നമ്മൾ ഡിലീറ്റ് ചെയ്യൊന്നുമില്ല. ഓക്കെ. അപ്പം ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടേക്കുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ നല്ലത്. നമ്മളെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ. അപ്പം നമ്മുടെ 3ാമത്തെ ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഒരു പ്രത്യേക അറിയിപ്പ് ഉണ്ടായിരിക്കില്ല. അഡ്മിഷൻ എടുക്കാം. നവംബർ 6-ന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വിജയാശംസകൾ. ബാക്കി 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 1.5 ലക്ഷം അധ്യാപകരുണ്ട്. ഇതിൽ 70,000-ലധികം അധ്യാപകർ ടെറ്റ് യോഗ്യത നേടി നിയമിതരായവരാണ്. വിരമിക്കാൻ 5 വർഷമുള്ളവർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമല്ല. ഈ വിഭാഗത്തിൽ 30,000 അധ്യാപകർക്ക് കൂടി ഇളവ് ലഭിക്കും. ബാക്കി 50,000 അധ്യാപകർ 2 വർഷത്തിനകം യോഗ്യത നേടിയില്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ടി വരും. സുപ്രീം കോടതി വിധിക്കെതിരെ ഉടൻ അപ്പീൽ പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നില്ല. 2 or 3 പ്രാവശ്യം നീട്ടിക്കൊടുത്തതാണ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എഴുതി പാസ്സാവണമെന്ന്. പറഞ്ഞാൽ കേൾക്കില്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അധ്യാപകർ തന്നെ പറഞ്ഞാൽ കേൾക്കായിരുന്ന. ഇതിന് വലിയ പ്രശ്നമുണ്ടത്. കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ്. അത് പാസ്സായില്ലെങ്കിൽ പിരിച്ചുവിടാനാണ് പറഞ്ഞിരിക്കുന്നത്.